അച്ചടിച്ചൊരു പുസ്തകം നമ്മൾ കണ്ടിട്ടുണ്ട്. അതിൽ സന്യാസോപനിഷത്തിൽ ചതുർഷു വർണ്ണേഷു ഭൈക്ഷ്യമാചരേത് എന്നാണ് സന്യാസിക്കുള്ള വിധി. 4 വർണ്ണങ്ങളിലും പോയി ഭിക്ഷ എടുത്തോളൂ. എന്നാൽ അതേ ഉപനിഷത്ത് ഇപ്പം നമ്മൾ വില കൊടുത്ത് വാങ്ങിക്കഴിഞ്ഞാൽ കിട്ടുക ത്രിഷു വർണ്ണേഷു ഭൈക്ഷ്യമാചരേതെന്നാണ്. 3 വർണ്ണങ്ങളിൽ പോയി ഭിക്ഷ എടുത്തോളൂ എന്നാ. ഈ ജാതീയമായ ഹീനത സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പുള്ളതല്ല, സമീപ കാലഘട്ടത്തിൽ വന്നതാ. യാഥാർത്ഥ്യമാണ് പറയുന്നത്. ഈ ശാസ്ത്രബോധത്തിൻ്റെ അഭാവം കൊണ്ടാണ് ധാർമ്മികമായി നമുക്ക് ച്യുതി സംഭവിക്കുന്നത്. എല്ലാ പേരുദോഷങ്ങളും കേൾക്കുന്നത്, കേൾക്കേണ്ടി വരുന്നത്, ചൂഷണങ്ങൾ ചെയ്യപ്പെടുന്നത്. ഒരുപാട് മിഥ്യാധാരണകളാണ്. ചിലർ പറയും, ഓ നിങ്ങളൊരു സന്യാസിയായിട്ട് ഇങ്ങനെ പറഞ്ഞല്ലോ, ഇതൊക്കെ സന്യാസിമാർക്ക് ചേർന്നതാണോ? ഞാൻ ചോദിക്കുക, താൻ സന്യാസിയാണോ? അല്ല, ഞാൻ സന്യാസിയല്ല. പിന്നെ സന്യാസിക്ക് ചേർന്നത് താനാ നിശ്ചയിക്കുക? എനിക്കൊരു ഗുരുനാഥനുണ്ട്, ഒരു സമ്പ്രദായമുണ്ട്, അതിനനുസരിച്ച് ഞാൻ ജീവിക്കുന്നുണ്ട്. താൻ സന്യാസിയായിട്ട് അല്ലേനും. അപ്പോൾ സന്യാസി എന്ത് ചെയ്യണ്ട, സന്യാസി അല്ലാത്ത താനാണോ നിശ്ചയിക്കുക? അല്ല, ഒരു ഗുരു ഉപദേശ സമ്പ്രദായത്തിൽ വതുള്ള ഞാനാണോ നിശ്ചയിക്കുക? ഇപ്പോൾ ഗൃഹസ്ഥരായിട്ട് ഇങ്ങനെ ചെയ്യുമെന്ന് വിചാരിച്ചില്ലാന്ന് ഞാൻ തന്നോട് പറഞ്ഞോ? ഇല്ലല്ലോ. അങ്ങനെയാ, അങ്ങനെ തന്നെയാ. എന്നാൽ പോട്ടെ, പോയിക്കോളൂ, അത്രയേ ഉള്ളൂ. പറഞ്ഞൊരർത്ഥം മനസ്സിലാക്കുക. ആദ്യം ശാസ്ത്ര സമ്പ്രദായം നമ്മൾ മനസ്സിലാക്കണം. ഇല്ലെങ്കിൽ മിഥ്യാധാരണകളായിരിക്കും നമുക്കുണ്ടാവുക. അതുകൊണ്ട് ഈ വാക്യം വളരെ ശ്രദ്ധേയമാണ്. സ്വാധ്യായ പ്രവചനാഭ്യാം ന പ്രമദിതവ്യം. ദിവസവും അവനവൻ്റെ ധർമ്മശാസ്ത്രങ്ങൾ പഠിക്കുക പോരാ, അതിലടങ്ങിയ ആശയങ്ങളെ നമ്മുടെ മക്കൾക്ക്, മക്കളുടെ അടുത്ത തലമുറയ്ക്ക് കൈമാറുക. ഇവിടെ തന്നെ എത്ര മക്കളുണ്ടാവും ഈ ഗ്രാമത്തിൽ? അതിൽ വിളിച്ചു കൂട്ടി നല്ല കാര്യങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കുക. അങ്ങനെ ഈ വന്നിട്ടുള്ളവർ അവരവരെ വീട്ടിൻ്റെ ചുറ്റുമുള്ളൊരു 10 കുട്ടികൾക്ക് നല്ല ആശയങ്ങൾ, അവരെ മനുഷ്യരാക്കി തീർക്കാനുള്ള, കരുത്തുള്ളവരാക്കി തീർക്കാനുള്ള, ആചാരനിഷ്ഠയുള്ളവരാക്കി തീർക്കാനുള്ള ഉപദേശങ്ങൾ കൊടുക്കുക. കേൾക്കില്ല എന്ന് പറയരുത്. അവർക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്ന ഭാഷയിലാണ് പറയണമെച്ചാൽ അവർ കേൾക്കും. അനുസരിപ്പിക്കാൻ നിൽക്കരുത്, കുട്ടികൾ അനുസരിക്കില്ല. ഉദാത്ത മാതൃക കാണിച്ചു കൊടുത്തുകൊണ്ട് നമ്മൾ കുട്ടികളോട് ബന്ധപ്പെടുക. എല്ലാവർക്കും ഡ്യൂട്ടിയുണ്ട്. സ്വാധ്യായ പ്രവചനാഭ്യാം ന പ്രമദിതവ്യം. അടുത്ത മന്ത്രം വളരെ പ്രധാനമാണ്. ദേവപിതൃകാര്യാഭ്യാം ന പ്രമദിതവ്യം. ദേവപിതൃകാര്യാഭ്യാം ന പ്രമദിതവ്യം. ദേവകാര്യാത് പിതൃകാര്യാത് ച ന പ്രമദിതവ്യം. ദേവകാര്യത്തിൽ നിന്നും പിതൃകാര്യത്തിൽ നിന്നും പ്രമാദം ചെയ്യരുത്. എന്താണ് ദേവകാര്യം? ദേവയജ്ഞം. പിതൃകാര്യം പിതൃയജ്ഞം. പഞ്ചമഹായജ്ഞങ്ങളെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചിട്ടുണ്ട്. ഈ പഞ്ചമഹായജ്ഞങ്ങളിൽ ദൈവയജ്ഞം, പിതൃയജ്ഞം എന്നിവയിൽ നിന്ന് പിന്നോക്കം പോവരുത്. ദിവസവും ചെയ്യണം. അവനവൻ്റെ ജീവിച്ചിരിക്കുന്ന അച്ഛനമ്മമാരെ സ്നേഹാദരവുകളോടെ ശുശ്രൂഷിക്കണം. മരിച്ചവരെ സംബന്ധിച്ച് ശ്രാദ്ധകർമ്മങ്ങൾ ചെയ്യണം. ഇത് രണ്ടും നിർബന്ധമാണ്. ഓരോ തലമുറയും ഇത് ചെയ്യുമ്പോഴാണ് അടുത്ത തലമുറ കണ്ട് ശീലിക്കുന്നത്. നോക്കൂ, ഒരു 9 വയസ്സുള്ള കുട്ടി അല്ലെങ്കിൽ ഒരു 10 വയസ്സുള്ള കുട്ടി കാണുകയാണെന്ന് വിചാരിക്കുക. എന്ത്? തൻ്റെ അച്ഛൻ അല്ലെങ്കിൽ തൻ്റെ അമ്മ ഒരു ദിവസം പൂർണ്ണമായി ഉപവാസം ചെയ്ത്, ഇനി അതിന് കഴിയാത്തവരാണെങ്കിൽ ഒരു നേരമായി ഭക്ഷണം പരിമിതപ്പെടുത്തി, അടുത്ത ദിവസം സ്വന്തം കൈകൊണ്ട് അർദ്ധപക്വാന്നം പാകം ചെയ്ത് പിതൃക്കളെ സങ്കല്പിച്ച് സമർപ്പിക്കുകയാണ്. ഇതൊരു കുട്ടി കാണുകയാണ്. എന്താ കുട്ടിയുടെ മനസ്സിലുണ്ടാകുന്ന ചിന്ത? ഓ,
ഓ, എന്തൊരു സ്നേഹം എൻ്റെ അച്ഛനോട്, മുത്തശ്ശനോട്. എന്തൊരു സ്നേഹം എൻ്റെ അമ്മയ്ക്ക് മുത്തശ്ശിയോട്, മുത്തശ്ശനോട്. ആ ചിന്തയല്ലേ ഉണ്ടാവുക. അതല്ലേ അവർക്ക് തുടർന്ന് അടുത്ത തലമുറയിൽ ആ സ്നേഹത്തിൻ്റെ പിന്തുടർച്ചയ്ക്കുള്ള മാർഗമായിട്ടുള്ളത്. ആലോചിച്ച് നോക്കൂ. ഇതൊക്കെ അനാചാരാണെന്ന് മുദ്ര കുത്താൻ നമുക്ക് എളുപ്പം കഴിയും. അപ്പം നമ്മുടെ വീടുകളിൽ നമ്മുടെ അച്ഛനോട്, നമ്മുടെ അമ്മയോട്, അല്ലെങ്കിൽ അവരുടെ അമ്മയോട്, അവരുടെ അച്ഛനോട് സ്നേഹ ബഹുമാനങ്ങളോടുകൂടി പെരുമാറുക. ഒരു വാക്കുപോലും വിപരീതം പറയാതിരിക്കുക. നമുക്കാവുന്ന സേവ ചെയ്യാം. ഇത് നിർബന്ധമാണ്. ഏറ്റവും അധികം അമ്മമാരെ തെരുവുകളിലും തീർത്ഥസ്ഥലങ്ങളിലും വൃദ്ധ കേന്ദ്രങ്ങളിലും ഉപേക്ഷിക്കുന്നവരായി നമ്മൾ മാറിയിട്ടുണ്ട്. നമ്മൾ പല മുത്തശ്ശിമാരുടെ വൃദ്ധസേവാ കേന്ദ്രങ്ങളിലും പോവാറുണ്ട്. പലതിലും വളരെ വിഷമാവും പോയാൽ. കാരണം ചിദാനന്ദപുരസ്വാമിയൊക്കെ വരുന്നുണ്ടെന്ന് മുൻകൂട്ടി അറിഞ്ഞിട്ടാണെങ്കിൽ എല്ലാവരും നല്ല ഉഷാറായി പുറപ്പെട്ട് നല്ല മുണ്ടും വേഷ്ടിയൊക്കെ കൊടുത്തങ്ങനെ ഇരിക്കുന്നുണ്ടാവും. ഓരോരാളുടെ മുഖവും ദേഹവും ഭാവവും ഒക്കെ കണ്ടു കഴിഞ്ഞാൽ അറിയാം എത്ര കേമായിട്ടുള്ള സാഹചര്യത്തിൽ ജീവിച്ചതാണെന്ന്. പിന്നെ എന്താ ഈ ഒരവസ്ഥ വന്നേ? മക്കളെ കുറച്ച് നന്നായി പഠിപ്പിച്ചു, അത് തന്നെ, വേറൊന്നുമില്ല. പഠിച്ച് വലുതായി നോക്കുമ്പോൾ മക്കൾക്ക് അമ്മ വേണ്ട, അമ്മേനെ പറ്റില്ല, അമ്മയ്ക്ക് നമ്മളുടെ സംസ്കാരമില്ല. ആശ്രമത്തിൽ വന്നിട്ടുണ്ടെന്നേ പലരും. ഒരാൾ ഇപ്പോഴും ഓർമ്മിക്കുന്നുണ്ട്, ഒരു ബെൻസ് എസ് ക്ലാസ്സിലാണ് ആശ്രമത്തിൽ വന്നത്. അയാൾ എസ് ക്ലാസ് ആയിക്കോട്ടെ, ഇ ക്ലാസ് ആയിക്കോട്ടെ, സി ക്ലാസ് ആയിക്കോട്ടെ, എനിക്കെന്ത് വേണം? പിന്നെ എന്തിനാ സ്വാമി അത് പറഞ്ഞ എസ് ക്ലാസ്സാണ്? അതിനി പറയണതിൻ്റെ പ്രാധാന്യം പറയാനാണ്. അത്രയും വിലയേറിയ വണ്ടിയാണെന്ന് അർത്ഥം. 1.5 കോടി ഉറുപ്പ്യൻ്റെ വണ്ടിയിലാണ് വന്നത്. പലതും സംസാരിച്ചു. വലിയ പഠിപ്പുള്ള ആളാണ്, വലിയ ജോലിയുള്ള ആളാണ്, ബിസിനസ്സുള്ള ആളാണ്. കുറച്ചു നേരമൊക്കെ സംസാരിച്ച് പരിചയപ്പെട്ട ശേഷം അയാൾ പറഞ്ഞാണ്, സ്വാമി അമ്മേനെ കൊണ്ടാക്കാൻ പറ്റിയൊരു സ്ഥലം പറഞ്ഞു തരണം. സ്വാമി ആവുമ്പോൾ നല്ലൊരു സ്ഥലമല്ലേ പറഞ്ഞു തരുള്ളൂ എന്ന്. ആ എന്നുവെച്ചാൽ എന്താ വിഷയം? അത് അവർ തമ്മിൽ ഒക്കണില്ല എന്നാ. ആര്? ഇദ്ദേഹത്തിൻ്റെ പത്നിയും ഇദ്ദേഹത്തിൻ്റെ അമ്മയും തമ്മിൽ ഒക്കുന്നില്ല. അതുകൊണ്ട് അമ്മയെ വൃദ്ധാശ്രമത്തിൽ കൊണ്ടാക്കണം. കുറച്ചു നേരം അയാൾ പറഞ്ഞൊക്കെ കേട്ടു. അധികം കേൾക്കാൻ വയ്യ. അത് നിങ്ങളൊരു കാര്യം ചെയ്തോളൂ, നിങ്ങളെ വീട്ടുകാർ മാറിക്കോളൂ. അമ്മേനെ കൊണ്ടാക്കണം. ഇതിന് അമ്മേനെ കൊണ്ടാക്കണത് നിങ്ങളങ്ങോട്ട് മാറിക്കോളുന്ന, നിങ്ങളും പത്നിയും കൂടി. അമ്മ വീട്ടിൽ താമസിക്കട്ടെ. നിങ്ങൾക്ക് തീരെ നോക്കാൻ വയ്യേ, ഒരാളത് നോക്കാൻ വേണ്ടി വെച്ചോളൂ. അമ്മ വീട്ടിൽ താമസിക്കട്ടെ, നിങ്ങൾ മാറിക്കോളൂ. അല്ല, ഞാൻ അതിനല്ല സ്വാമീൻ്റെ ഒരു നിർദ്ദേശം കേൾക്കാൻ വേണ്ടിയാണ് വന്നത്. നിങ്ങൾ ഉദ്ദേശിക്കണ പോലെ നിർദ്ദേശം പറയാനാ ചിദാനന്ദപുരസ്വാമി ഇവിടെ ഇരിക്കണേ? ഒന്ന് ആലോചിച്ച് നോക്കുന്നേ. ഞാനൊരു കോടതി വ്യവഹാരം ചെയ്താൽ എനിക്ക് പത്നിയെ മാറ്റാം, എനിക്ക് കോടതി വ്യവഹാരം ചെയ്താൽ പതിയെയും മാറ്റിക്കൂടാ. ഡിവോഴ്സ് കോടതി അംഗീകരിച്ചു കഴിഞ്ഞാൽ എൻ്റെ മുൻ ഭാര്യയാവും, അല്ലെങ്കിൽ മുൻ ഭർത്താവും. ഒരു ഒപ്പിട്ടപ്പോഴാണ് ഭാര്യ ആയത്, ഒപ്പിട്ടപ്പോഴാണ് ഭർത്താവായത്. വേറൊരു ഒപ്പിട്ടാൽ അതില്ലാണ്ടാവും. പക്ഷെ അമ്മേനെ മാറ്റാൻ വല്ല വകുപ്പുണ്ടോ? അറിയില്ല. ഏതെങ്കിലും കോടതിക്ക് പറ്റുമോ? അച്ഛനെ മാറ്റിത്തരൂ, അമ്മേനെ മാറ്റിത്തരൂ. എന്നിട്ട് ഈ കക്ഷി പറയുക എന്താ അതിനൊക്കെ മറുപടി? ഇതാണ് നമ്മുടെ സമൂഹത്തിൻ്റെ ഒരു വിഗതി. ഈ മന്ത്രം നല്ലോണം നമ്മൾ പഠിക്കുകയും അടുത്ത തലമുറയ്ക്ക് പകർന്നു നൽകുകയും വേണം. എങ്ങനെയാണ് പകർന്നു നൽകേണ്ടത്? നമ്മുടെ അമ്മയെ, നമ്മുടെ അച്ഛനെ നമ്മൾ സ്നേഹിക്കുന്നത് കാണിച്ചു കൊടുക്കുക. അതേ വേണ്ടു, അവരൊന്നും ചെയ്യണ്ട. അപ്പം അവർ പഠിക്കും.
നമ്മുടെ ഏറ്റവും വലിയ ദൈവം അമ്മയാണെന്ന് ഓർമ്മിപ്പിക്കുക, ഏറ്റവും വലിയ ദൈവം അച്ഛനാണെന്ന് ഓർമ്മിപ്പിക്കുക. അത് കഴിഞ്ഞാൽ വേറെ ഏത് ദൈവമുള്ളൂ? ചിന്തിക്കുക. അതുകൊണ്ട് ദേവകാര്യത്തിൽ നിന്നും പിതൃകാര്യത്തിൽ നിന്നും മടിച്ച് പിന്മാറരുത്. പിതൃയജ്ഞം, ദേവയജ്ഞം, ദിവസവും അഗ്നിഹോത്രം ചെയ്യുക. എല്ലാ വീടുകളിലും ദിവസവും അഗ്നിഹോത്രം ഉണ്ടാവണം. മുമ്പൊന്നുമില്ലെങ്കിൽ അടുക്കളയെങ്കിലും ഉണ്ടാവുമായിരുന്നു, ഇല്ലേ? ഇപ്പം എത്ര വീട്ടിൽ അടുക്കള ഉണ്ടാവും? പുക ഉണ്ടാവും? ഉണ്ടാവില്ല, വളരെ ചുരുക്ക. അടുപ്പുള്ള വീട് തന്നെ ചുരുങ്ങി, ഇല്ല? അതെ. സ്വാമി സ്ത്രീ വിരുദ്ധമായിട്ടാണ് സംസാരിക്കുന്നത്. കേന്ദ്ര ഗവൺമെൻറ് പോലും നാരീശക്തി ഉണർത്താൻ പരിശ്രമിക്കുന്ന കാലമാണ്. നമ്മുടെ സ്ത്രീകൾ പുക കൊള്ളരുത് എന്നാണ് ഗവൺമെൻറ്റിനുള്ളത്. എൻ്റെ സ്ത്രീക്ക് മാത്രമേ പുക കൊള്ളാൻ പറ്റൂ. ഞാൻ സ്ത്രീന്നോ പുരുഷനെന്നോ ഞാൻ വേർതിരിച്ച് പറഞ്ഞോ? വീട്ടിൽ അടുക്കള ഉണ്ടാവണം എന്നല്ലേ പറഞ്ഞിട്ടുള്ളൂ, വീട്ടിലൊരു പുക ഉയരണം എന്നല്ലേ പറഞ്ഞിട്ടുള്ളൂ. വീട്ടിൽ പാചകത്തിൻ്റെ പുക ഉയരണം. ആ പാചകത്തിൻ്റെ ആരംഭത്തിൽ ഒരു കഷ്ണം തേങ്ങാപ്പൂളെങ്കിലും ഒരു ഗണപതി സങ്കല്പത്തിൽ നമ്മൾ ഹോമിക്കണം. അതേ പറഞ്ഞിട്ടുള്ളൂ. അത് പുരുഷനായാലും കൊള്ളാം, സ്ത്രീ ആയാലും കൊള്ളാം, ആർക്കും വേണമെങ്കിൽ ഉണ്ടാക്കാം. ഒരു അഗ്നിഹോത്രം ദിവസവും നടക്കണം വീട്ടിൽ. ചിലർ പറയും സ്വാമി അറിയില്ല. അപ്പോൾ ആദ്യം പറഞ്ഞിട്ടുണ്ടല്ലോ ശാസ്ത്രം പഠിക്കണമെന്ന്, പഠിച്ചാൽ അറിയുമല്ലോ. ചിലർ പറയും സ്വാമി അതിന് തിരുമേനിനെ കിട്ടൂല. തിരുമേനിമാരെ കിട്ടാൻ വളരെ പണിയാണ് ഇപ്പോൾ ഹോമത്തിന്. നിൻ്റെ മേനി എന്ത് മേനിയാന്ന് ചോദിക്കാറുണ്ട്. നിൻ്റെ മേനി എന്ത് മേനിയാ? തിരുമേനി. അങ്ങനെ പ്രത്യേക ഒരു മേനിയുണ്ടോ? അറിയില്ല. അങ്ങനെ മേനിയുണ്ടോ? പുണർന്ന് പെറുമെല്ലാവരും, ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞു. എല്ലാവരും പുണർന്നിട്ടാണ്, സ്ത്രീ പുരുഷന്മാർ പുണർന്നിട്ടാണ് പെറുന്നത്, പ്രസവിക്കുന്നത്. അങ്ങനെ അല്ലാണ്ട് ആരെങ്കിലും മേനി വന്നിട്ടുണ്ടോ? എന്താ? പിന്നെന്താ? എല്ലാവർക്കും ഹോമത്തിന് അധികാരമുണ്ട്. ആണായാലും പെണ്ണായാലും നപുംസകായാലും അഗ്നിഹോത്രം ചെയ്യാനുള്ള അധികാരമുണ്ട്. പഠിച്ചിട്ട് ചെയ്യണമെന്ന് മാത്രം. പഠിച്ചിട്ട് ചെയ്യണം. ഇനി അതിന് തുല്യമാണ് ഒരു ക്ഷേത്രത്തിൻ്റെ ശാസ്ത്രീയമായ ഉപാസന ചെയ്താൽ. അതായത് അഗ്നിഹോത്രത്തിൻ്റെ ആധ്യാത്മികവും ആദിഭൗതികവും ആദിദൈവികവുമായ അർത്ഥം പരിചിന്തനം ചെയ്താൽ അതിൻ്റെ സന്ദേശം മുഴുവൻ ഉൾക്കൊള്ളുന്നതാണ് ശാസ്ത്രീയമായ ക്ഷേത്രോപാസന. അപ്പം അവനവൻ്റെ അടുത്തുള്ള ക്ഷേത്രത്തിൽ ദിവസം ഒന്ന് പോയി ഉപാസിക്കുക. ഇപ്പം ഇവിടെ ഈ ചുറ്റുപാടിൽ ഇവിടെ ഇപ്പോൾ ക്ഷേത്രമുണ്ട്. എല്ലാവരും ഒന്ന് ദിവസം പോയിട്ടൊന്ന് ഉപാസിക്കുക. അതിനൊരു സമയം കണ്ടെത്തുക. ഒരു 15 മിനിറ്റ് അതിന് നീക്കി വെച്ചൂടെ നമുക്ക്? അതുപോലെ ഓരോ സ്ഥലത്ത് അവനവൻ ഏത് ഭാഗത്തു നിന്നാണോ വരുന്നത് ആ പ്രദേശത്തുള്ള ക്ഷേത്രത്തിൽ ഒന്ന് പോയി ഉപാസിക്കുക ദിവസവും. അത് ശീലാക്കുക. സന്ധ്യാസമയത്തെങ്കിലും വീട്ടിലെല്ലാ അംഗങ്ങളും ഒത്തൊരുമിച്ചിരുന്ന് കുറച്ച് നേരം ജപിക്കുക. എന്തെങ്കിലും കീർത്തനങ്ങൾ ചൊല്ലുക. എന്തൊരു സുഖം ഉണ്ടാവും. എത്രയാ കുടുംബത്തിൻ്റെ ഒരു ബന്ധം ഊട്ടി ഉറപ്പിക്കപ്പെടും. അവിടെ വളരുന്ന കുട്ടികൾക്ക് എന്തൊരു സന്ദേശം ലഭിക്കും. ലളിതമായൊരു ചോദ്യം ചോദിക്കട്ടെ. ഇനി സ്വാമി ഇവിടെ വന്നിട്ട് മതഭേദം പറഞ്ഞു എന്നൊന്നും ആരും പറയണ്ട, സത്യമാണോ നോക്കിയാൽ മതി. നമ്മുടെ സമൂഹത്തിൽ ഒരു ഇസ്ലാം എന്ന് പറയുന്ന ഒരു ഗൃഹത്തിലെ കുട്ടി രാവിലെ ഉണരുമ്പോൾ എന്താ കാണുക? പള്ളിയിൽ നിന്നുള്ള തക്ബീർ കേട്ട് അച്ഛൻ അങ്ങോട്ട് നമസ്കരിക്കാൻ പോണതോ അല്ലെങ്കിൽ നമസ്കരിച്ച് തിരിച്ചു വരുന്നതോ ആണ് കാണുക. തൻ്റെ ഉമ്മ നമസ്കരിക്കണതാ കാണുക. ധന്യ രാത്രി ഇതേ കാഴ്ചയാണ്. ഒരു ക്രിസ്ത്യൻ വീട്ടിലാണെങ്കിൽ രാത്രി നിശ്ചയമായും കുടുംബ പ്രാർത്ഥന ചെയ്യുന്നതാണ് കുട്ടി കാണുക, കേൾക്കുക. ഹിന്ദു വീട്ടിൽ എന്തായിരിക്കും? രാത്രിത്തെ ചോദിക്കണില്ല. രാവിലെ എന്ത് കണ്ടിട്ടാ കുട്ടി? പല്ലും കൂടി തേക്കാണ്ട് ഒരു ബെഡ് കോഫിയും കുടിച്ച് വേണിച്ച ഒരു മുറി ബീഡിയും വലിച്ച് പത്രം വായിക്കണുണ്ടാവും അച്ഛൻ. അതെ,
ഇതാ രാവിലത്തെ കാഴ്ച. വൈകുന്നേരം മിക്കവാറും, എല്ലാ വീട്ടിലും അല്ല, മിക്കവാറും അച്ഛൻ 4 കാലിൽ വരുന്നതാ കാണുന്നത്, മിക്കവാറും. പിന്നെ വീട്ടിൽ അടിയും തൊഴിയും തെറിയും ബഹളവും. ഈശ്വരീയമായ വൃത്തിയിലുള്ളതല്ല കാണുന്നത്. ഇതെന്താ അനർത്ഥാണ്. അതുകൊണ്ട് സന്ധ്യാസമയത്തെങ്കിലും വീട്ടിലെല്ലാവരും ഒത്തൊരുമിച്ചിരുന്ന് നാമം ജപിക്കുക. ഒരു 15 മിനിറ്റ് നഷ്ടം വരില്ല, ഉറപ്പാണ്, ലാഭം ഉണ്ടാവുള്ളതുകൊണ്ട്. പിന്നെ ഈ ചോറ് കൊടുക്കുന്നതിന് മുമ്പുള്ള കുട്ടികൾ എത്ര മണിക്ക് ഉണരുമെന്ന് ശ്രദ്ധിച്ചിട്ടില്ലേ? ചോറ് കൊടുക്കുന്നതിന് മുമ്പുള്ള കുട്ടികൾ 6-ാം മാസത്തിലല്ലേ ചോറൂണ്, അതിന് മുമ്പുള്ള കുട്ടികൾ എത്ര മണിക്ക് ഉണരും? 3:30 ആവുമ്പോൾ ഉണരും, സംശയമില്ല. കയ്യും കാലൊക്കെ ഇട്ടൊന്ന് കളിക്കും, ചിലപ്പോൾ കുറച്ച് ചിരിച്ചു വരും, കുറച്ച് കരഞ്ഞു വരും, പിന്നെ വീണ്ടും ഉറങ്ങും. ഈ ശാന്തമായ സമയത്ത് ഉണരണം. പുറത്ത് ആരും അറിയണ്ട, 4 ആൾക്കാരെ, നാട്ടുകാരെ അറിയിക്കേണ്ട. ഞാൻ ബ്രാഹ്മയാമത്തിൽ ഉണർന്ന് മന്ത്രം ജപിക്കൂട്ടോ, ആരോടും പറയണ്ട. പക്ഷെ അവനവൻ ആ സമയത്ത് ഉണരണം. കുളിക്കണില്ലേ, പല്ലേക്കണില്ലേ, ഒന്നും ചെയ്യണ്ട. അവിടെ തന്നെ ഒന്ന് എഴുന്നേറ്റിരുന്ന് അല്പം മന്ത്രം ജപിക്കുക. ഇന്ന് മന്ത്രം ജപിക്കണം എന്നൊന്നും പറയണില്ല, എന്തെങ്കിലും ഒരു ഇഷ്ടമന്ത്രം ജപിക്കുക കുറച്ച് നേരം. അങ്ങനെ ദിവസം ആരംഭിച്ചു നോക്കൂ. എത്ര വലിയ മാറ്റമാണ് നമ്മുടെ ജീവിതത്തിൽ വരിക എന്ന് സ്വയം അറിയൂ. വലിയ മാറ്റം വരും. ശാന്തി അറിയാതെ അനുഭവിക്കാൻ കഴിയും, സംശയമില്ല. അങ്ങനെ ദേവകാര്യം, അതുപോലെ ദേവകാര്യമാണ് സമൂഹത്തിൽ ദുഃഖവും കഷ്ടപ്പാടും ഉള്ളിടത്ത് നമ്മൾ സേവിക്കുക എന്നുള്ളത്. ചിലർക്ക് സംശയം ഉണ്ടാവും, അത് സേവയാണെന്ന് പറയാം, എങ്ങനെയാ ദേവകാരിയാവുക? സേവയാണ്, അത് ഞാൻ സമ്മതിച്ചു. മനസ്സിലാക്കണം, ശരിയായ ഈശ്വര പൂജ സമൂഹത്തിൽ നമ്മൾ ചെയ്യുന്ന സേവാ പ്രവർത്തനങ്ങളാണ്. കാരണം ഈശ്വരൻ്റെ പ്രകടിത ഭാവങ്ങളാണ് ഈ പ്രപഞ്ചം മുഴുവൻ. വിശ്വതശ്ചക്ഷുരുത വിശ്വതോ മുഖോ വിശ്വതോ ബാഹുരുത വിശ്വതസ്പാത്. പുരുഷസൂക്തം സ്പഷ്ടമായി പറഞ്ഞു തരും. ലോകം മുഴുവൻ വ്യാപിച്ച കൈകളും കാലുകളും കണ്ണുകളും തലകളുമാണ് അവന്. സഹസ്ര ശീർഷാ പുരുഷ സഹസ്രാക്ഷ സഹസ്രപാത് എന്നൊക്കെ. 1000 കൈകൾ, 1000 കാലുകൾ, 1000 തലകൾ, 1000 കണ്ണുകളുള്ളവനായ ഈശ്വരൻ. ഈ പ്രപഞ്ചത്തിലെ എല്ലാം ഭഗവാന്റെ രൂപങ്ങളാണ്. ഇത് മനസ്സിലാക്കി എവിടെ കഷ്ടപ്പാടും ദുഃഖവും ദുരിതവും ഉണ്ടോ നമ്മളാൽ കഴിയുന്ന സേവ നമ്മൾ ചെയ്യാം. കഴിയുന്നത് ചെയ്താൽ മതി. എല്ലാവർക്കും കഴിയും. കഴിയാത്ത ആരെങ്കിലും ഉണ്ടോ? സ്വാമി പൈസയൊന്നുമില്ല, പണം വേണമെന്ന് ആരെങ്കിലും പറഞ്ഞു, ഒരു നല്ല വാക്ക് പറയാൻ പണം വേണോ? ഒന്ന് ചിരിക്കാൻ പണം വേണോ? ഒന്ന് പുറമൊന്ന് തൊട്ട് തലോടാൻ പണം വേണോ? ഞാൻ നിൻ്റെ കൂടെ ഉണ്ട് കിട്ടുമോ എന്നൊരു സ്നേഹ സാന്ത്വന സ്പർശം കൊടുക്കാൻ പണം വേണോ? നമുക്കൊക്കെ കഴിയും, ഒരു മനസ്സ് മാത്രം മതി. ചിന്തിക്കുക. അപ്പം ചുരുക്കി പറഞ്ഞാൽ അഗ്നിഹോത്രം, ക്ഷേത്രാദ്യുപാസന, മന്ത്രോപാസന, നാമജപം, സേവാപ്രവർത്തനം, ഇതൊക്കെ ദേവകാര്യത്തിൽ വരും. പിതൃകാര്യം പറഞ്ഞു, ജീവിച്ചിരിക്കുന്ന അച്ഛനമ്മമാരെ സ്നേഹാദരപൂർവ്വം ശുശ്രൂഷിക്കുക, മരിച്ചവരെ സംബന്ധിച്ച് ശ്രാദ്ധകർമ്മങ്ങൾ ചെയ്യുക. ഇത് രണ്ടിൽ നിന്നും വീഴ്ച, ഉപേക്ഷ പാടില്ല. അതാണ് ദേവപിതൃകാര്യാഭ്യാം ന പ്രമദിതവ്യം എന്ന് പറയുന്നത്. ഇത്രയുമാണ് ഒന്നാമത്തെ മന്ത്രം. ഇനി 3 മന്ത്രങ്ങൾ കൂടിയുണ്ട്, അത് നമുക്ക് ക്രമമായി ചിന്തിക്കാം. പഠിച്ചത്രയും ഭാഗം ഒന്ന് ഓർമ്മിച്ച് നോക്കൂ. വേദമനുച്യാചാര്യോന്തേ വാസിന മനുഷാസ്തേ സത്യം വദ ധർമ്മം ചര
സ്വാധ്യായാന്മാ പ്രമദഃ ആചാര്യായ പ്രിയം ധനമാഹൃത്യ പ്രജാതന്തും മാ വ്യവച്ഛേത്സീഹി സത്യാന്ന പ്രമദിതവ്യം ധർമാന്ന പ്രമദിതവ്യം കുശലാന്ന പ്രമദിതവ്യം ഭൂത്യൈന പ്രമദിതവ്യം സ്വാധ്യായ പ്രവചനാഭ്യാം ന പ്രമദിതവ്യം ദേവപിതൃകാര്യാഭ്യാം ന പ്രമദിതവ്യം. തുടർന്ന് നമുക്ക് അടുത്ത പ്രാവശ്യം ശ്രദ്ധിക്കാം. തുടർന്ന് മാതൃദേവോ ഭവഃ, പിതൃദേവോ ഭവഃ, ആചാര്യദേവോ ഭവഃ, അതിഥിദേവോ ഭവഃ. വളരെ തെറ്റിദ്ധരിച്ചിട്ടുള്ള മന്ത്രങ്ങളാണ്. ഇതിൻ്റെ അർത്ഥം തന്നെ പലരും തെറ്റായിട്ടാണ് മനസ്സിലാക്കിയിട്ടുള്ളത്. ഇവിടെ ഉള്ളവരെ കുറിച്ചല്ല പറയണം കേട്ടോ. പൊതുവെ അർത്ഥം തന്നെ തെറ്റായിട്ടാണ്. ചിലർ പറയാറുണ്ട് അമ്മയെ ദേവനെ പോലെ കണക്കാക്കണം എന്നൊക്കെ അർത്ഥം. അങ്ങനെ അർത്ഥം അതിനില്ല. അമ്മയെ ദേവനെ പോലെ കണ്ടാൽ പോരാ. ചില ആൾക്കാർ വിസർഗട്ടാലേ സംസ്കൃതമാവൂന്ന് വിചാരിച്ചിട്ട് ഭവഹ എന്നൊക്കെ എഴുതുന്നവരുണ്ട്. ചിലരുടെ വിചാരം വിസർഗട്ടാലേ സംസ്കൃതമാവൂന്ന. എന്താ ഇപ്പോൾ ചെയ്യുക? ഏതായാലും കൊള്ളാം, നമുക്ക് അടുത്ത പ്രാവശ്യം ശ്രദ്ധിക്കാം. അതിന് മുമ്പ് ഒരു 22 മിനിറ്റ് സമയമുണ്ട്. എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ സംശയങ്ങൾ, ചോദ്യങ്ങൾ, എന്ത് വിഷയമായാലും, ഇന്ന വിഷയമേ പാടുള്ളൂ എന്നില്ല, ചോദിച്ചാൽ അറിയുന്നതാണെങ്കിൽ പറയാം. ഒന്നുമില്ല വെച്ചാൽ സന്തോഷം. സ്വാമിജി നമസ്കാരം. വളരെ ശ്രദ്ധേയമായൊരു ചോദ്യമാണ്. അകാല മൃത്യു ഉണ്ടോ? ചോദ്യം: അപകട മരണവും ആത്മഹത്യയും അകാല മൃത്യുവാണോ? അകാല മൃത്യു ഉണ്ടോ എന്നാണ് ആദ്യത്തെ ചോദ്യം. മറുപടി: ഇതിൻ്റെ ഉത്തരം തീർത്തും ആപേക്ഷികമാണ്. നമ്മളിപ്പോൾ അകത്താണോ പുറത്താണോ? എന്താ അഭിപ്രായം? നമ്മളൊക്കെ ഇരിക്കണത് ഇപ്പം അകത്താണോ പുറത്താണോ? വലിയ ചോദ്യമാണ് ഇല്ലേ സ്വാമി? നമ്മൾ കുറേ പേര് അകത്താണ്, അവിടെ കുറച്ച് പേര് പുറത്തുണ്ട്. അപ്പോഴാണ് പറഞ്ഞത് ഈ ഇരിക്കണവരകത്താണോ പുറത്താണോ? അപ്പോൾ ഇവിടെ കുറച്ച് പേരുണ്ട്, ഇവരകത്താണ്, ഇത് പുറത്താണ്. ഇതും അകത്താണെങ്കിൽ അത് പുറത്താണ്. ഇനി ഇതൊക്കെ അകത്താന്ന് മനസ്സിലാക്കിയിട്ടാണ് ചോദിക്കണത് നമ്മൾ അകത്താണോ പുറത്താണോ. കുറച്ചൊക്കെ ഞാൻ പുറത്ത് പോയി സ്വാമി, ഇവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു, എന്നാലും മനസ്സൊന്ന് അങ്ങൊക്കെ പോയി. അപ്പോൾ തീർത്തും ആപേക്ഷിക. അതുപോലെ തന്നെയാണ് അകാല മൃത്യു. സത്യത്തിൽ അകാല മൃത്യു എന്നൊന്നില്ല. നമ്മൾ ലോകത്തിൽ പറയും അകാല മൃത്യു, കാരണം നമ്മൾ മനസ്സിലാക്കി വെച്ചിട്ടുണ്ട് ഇത്ര കാലം കഴിഞ്ഞാലേ മരിക്കൂ, ഇത്ര കാലം കഴിഞ്ഞാലേ മരിക്കാൻ പാടുള്ളൂ. അപ്പോൾ അതല്ലാതെ മരിക്കുമ്പോൾ നമ്മൾ എന്ത് പറയും? അകാല മൃത്യു എന്ന് പറയും. തെറ്റ്. അകാല മൃത്യു എന്നൊന്നും സംഭവിക്കില്ല. ഈ പ്രപഞ്ചത്തിൽ ഒരു നിയമമുണ്ട്. ആ ഈശ്വരീയമായ നിയമത്തെ ലംഘിക്കാൻ ആർക്കും സാധ്യമല്ല. ഓരോ ജീവനും അച്ഛനിൽ നിന്ന് അമ്മയിലേക്ക് പ്രവേശിക്കുമ്പം തന്നെ, അമ്മയിൽ നിന്ന് ഭൂമിയിലേക്ക് വരുമ്പം തന്നെ ജാതി, ആയുസ്, ഭോഗം ഇതൊക്കെ നിശ്ചിതമായിട്ടാണ് വരണത്. അത് നിശ്ചിതമായിട്ടാണ് വരണത്. കാലം തെറ്റൂല. സൂര്യൻ ഉദിക്കണേന് അസ്തമിക്കണേന് അണുകണത്തിലെ ആണവിക കണങ്ങളുടെ സ്പന്ദനത്തിന് സമയം തെറ്റില്ല, യഥാസമയ. ഈശ്വരീയമായ നിയമത്തിൽ മാറ്റം വരില്ല.
പക്ഷെ നമ്മളുടെ ദൃഷ്ടിയിൽ അയ്യോ ചെറിയ കുട്ടിയാകുമ്പോൾ തന്നെ മരിച്ചു പോയിട്ടോ, അകാലത്തിൽ മരിച്ചു. അതുപോലെ 100 വയസ്സ് കഴിഞ്ഞിട്ട് മരിച്ചാലും പറയും അകാലത്തിൽ മരിച്ചു കേട്ടോ, കുറച്ച് നേരത്തെ മരിക്കേണ്ടതായിരുന്നു, ഒരു 4 കൊല്ലം കഴിഞ്ഞു എന്നൊക്കെ പറയും. അങ്ങനെ പറയാറില്ല നമ്മൾ പറഞ്ഞു. അപ്പോൾ താല്പര്യം എന്താ വെച്ചാൽ ശതായുർവൈ പുരുഷ, മനുഷ്യൻ്റെ പരമായുസ് 100 അപ്പം 100 ഇപ്പം എല്ലാവർക്കും അങ്ങോട്ട് കിട്ടുമോ? ഇല്ല. ഒരു വ്യക്തി ഗർഭവാസത്തിനുള്ള പ്രാരബ്ധവുമായിട്ടാണ് വന്നു കഴിച്ചാൽ ഗർഭത്തിൽ വെച്ച് അഥവാ പ്രസവ സമയത്ത് മരിക്കും. കേവലം ശൈശവാനുഭവത്തിനുള്ള പ്രാരബ്ധവുമായിട്ടാണെങ്കിൽ ശിശു ആകുമ്പോൾ മരിച്ചേ തീരും. അയ്യോ എൻ്റെ കുട്ടി മരിച്ചേന്ന് പറഞ്ഞ് നമ്മൾ നെഞ്ചത്തടിച്ച് കരയും. നിവൃത്തിയില്ല, കുട്ടിയുടെ പ്രാരബ്ധം കഴിഞ്ഞ് ആ കുട്ടി പോകണം. ബാല്യത്തിലാണെങ്കിൽ ബാല്യത്തിൽ, യൗവനത്തിലാണെങ്കിൽ യൗവനത്തിൽ, വാർദ്ധക്യത്തിലാണെന്ന് വെച്ചാൽ വാർദ്ധക്യത്തിൽ. കാലത്തിലേ മരിക്കൂ, അകാലത്തിൽ മരിക്കില്ല. ഇതാണ് സത്യം. എൻ്റെ മരണസമയം ഒരു നിമിഷം നേരത്തെ ആക്കാനോ ഒരു നിമിഷം വൈകിട്ടാക്കാനോ ലോകത്തിൽ ആർക്കും സാധ്യമല്ല. അതുകൊണ്ട് കാലത്തിലേ മരിക്കൂ, അകാലത്തിൽ മരിക്കില്ല. 8 പ്രാവശ്യം തൂങ്ങിയ ആളെ നമ്മൾ കണ്ടിട്ടുണ്ട്. 8 പ്രാവശ്യം. അന്ന് കുട്ടികളാണ് ഞങ്ങളൊക്കെ, ചെറിയ മക്കൾ. ഒരു തമാശയായിരുന്നു ഇയാളെയും കൊണ്ട് കുട്ടികൾക്ക്. എന്താ വെച്ചാൽ ഇയാൾ തൂങ്ങി അങ്ങനെ പല പ്രാവശ്യം എന്തു പറ്റി, ഒന്നുകിൽ കയറ് പൊട്ടി വീഴും, അല്ലെങ്കിൽ പറങ്കിമാവിൻ്റെ കൊമ്പല അത് പൊട്ടി വീഴും, അല്ലെങ്കിൽ ഈ രാവിലെ അക്കാലത്ത് ഈ കക്കൂസുകളൊക്കെ ഇല്ലയെന്ന് തന്നെ പറയാം. ഏതെങ്കിലും 1-2 വീട്ടിലൊക്കെ കക്കൂസ് ഉണ്ടാവുള്ളൂ, ബാക്കിയുള്ളവരൊക്കെ പറമ്പിൽ ഇറങ്ങുക ചെയ്യാം. അപ്പോൾ ഒരാൾ വിളിക്കിറങ്ങാൻ വേണ്ടി പോകുമ്പോഴാണ് ഇയാൾ തൂങ്ങുക. അങ്ങനെ ഇയാളെ പോകാൻ സമ്മതിക്കില്ല. ഇത് കഥയല്ല. എന്താ കാരണം എന്ന് അറിയില്ല. ഇയാൾ തൂങ്ങുക ഒരു രാവിലെ ഒരു 3:30-4 മണി ആ സമയത്താണ്. എന്താണെന്നറിയില്ല. ആ സമയത്ത് ഇയാൾ മറ്റേ ആൾ വിളിക്കിറക്കാൻ പോവുക. അങ്ങനെയാണ് 7 പ്രാവശ്യം. സാധിച്ചില്ല. അങ്ങനെ 8ാമത്തെ പ്രാവശ്യം ഇയാൾ എന്തായാലും ഞാൻ വിജയിക്കും എന്നുറപ്പിച്ചു. ആ കാലഘട്ടത്തിലാണ്, നമ്മളിൽ തന്നെ പലർക്കും ഓർമ്മ ഉണ്ടാവും, ഈ കോട്ടൺ മിക്സുള്ള നൈലോൺ കയറിറങ്ങിയിരുന്നു. നമ്മൾ പശുവിനൊക്കെ കെട്ടാനൊക്കെ അത് ഉപയോഗിക്കുമായിരുന്നു. കോട്ടൺ മിക്സുള്ള നൈലോൺ അത് ഇറങ്ങിയ കാലമാണ്. ഒരു തരത്തിലും പൊട്ടൂല, ഉറപ്പിച്ചു. അതെടുത്തു. രാവിലെ പോകുമ്പോഴാണല്ലോ ചാച്ചുകാർ കണ്ടിട്ട് രക്ഷപ്പെടുത്തുന്നത്. രാത്രി തന്നെ പോയി. പറങ്കിമാവിൻ്റെ കൊമ്പായോണ്ടല്ലേ പൊട്ടിയത്, പ്ലാവ് തന്നെ തിരഞ്ഞെടുത്തു. പൊട്ടൂല. രാത്രി പോയി ഇരുന്നു. എന്താ തൂങ്ങിയില്ല, കാത്തിരിക്കുക രാവിലെ ആവും. എന്താ കാരണം എന്ന് ആർക്കറിയാം. ചുരുക്കി പറയാലോ, കഴുത്തിലിട്ടു, ഒക്കെ ഉറപ്പിച്ചു, ഒക്കെ ഉറച്ചു. ഒരു തരത്തിൽ പരാജയപ്പെടില്ല എന്ന് ഉറപ്പിച്ചു. ചാടി മരത്തിൻ്റെ കൊമ്പിന് കെട്ടാൻ മറന്നുപോയിരുന്നു. അതെ, സത്യമായിട്ട് കഥയല്ല. അങ്ങനെ വീണു. താഴത്ത് ചെങ്കല്ലാണ്, നട്ടെല്ലടിച്ചു, പൊട്ടി. അരയ്ക്ക് താഴോട്ട് സ്വാധീനമില്ല. മുകളിലേക്ക് ഒരു കുഴപ്പമില്ല. മുകളിൽ കുട്ടപ്പനാ. അരയ്ക്ക് താഴോട്ട് സ്വാധീനമില്ല. മലമൂത്രങ്ങളൊന്നും നിയന്ത്രണത്തിലല്ല. എത്ര കാലം കഴിഞ്ഞിട്ടാണ് പിന്നെ മരിച്ചതെന്നറിയോ? എന്നിട്ട് ഇയാളെ ഒരു നീളമുള്ള ഒരു പലക, ഈ പലകയ്ക്ക് 6 ചക്രമുണ്ട്. ഇപ്പോഴും ഓർമ്മയുണ്ട്, 6 ചക്രമുണ്ട്. ഇത്ര ഉള്ള ചക്രം. എന്നിട്ട് ഇതിൽ കിടത്തും വീട്ടുകാർ. എന്നിട്ട് റബ്ബർ ബാൻഡ് ഇട്ട് മുറുക്കും ഈ പലകയായിട്ട്. എന്നിട്ട് റോഡുമ്മലെടുത്ത് വെച്ച് കൊടുക്കും. ഇയാൾ കൈകൊണ്ട് ഇങ്ങനെ തള്ളിയാൽ വണ്ടി ഇങ്ങനെ പോകും. അക്കാലത്ത് ആ റോഡിൽ ആകെ ഒരു ബസ് പോയാൽ പിന്നെ ആകെ ആ റോഡിൽ 2 ബസ്സേ ഉള്ളൂ. ആകെ ഒരു ദിവസം. അതായത് 2 സർവീസ്. പിന്നെ കുറച്ച് ജീപ്പ് ഉണ്ടാവും. പിന്നൊക്കെ സൈക്കിള്, പോത്തും വണ്ടി, കാളവണ്ടിയൊക്കെയാണ്. അപ്പോൾ ഇദ്ദേഹത്തിന് ഒരു പ്രശ്നമല്ല, അങ്ങനെ പോകും, അങ്ങാടിയിലേക്ക് പോകും. അപ്പം നമ്മളൊക്കെ ചെറിയ കുട്ടികളാവുമ്പോൾ ഇയാളെ തള്ളിക്കൊടുക്കും. കുട്ടികൾ പാട്ടൊക്കെ പാടി ഇയാളെ തള്ളും. ഇയാൾക്ക് വലിയ സന്തോഷമാണ്. തള്ളിക്കൊടുത്താൽ അയാൾക്ക് തള്ളാണ്ട് ഇങ്ങനെ കിടക്കും. ഞങ്ങളെല്ലാം കൂടി തള്ളി, പാട്ട് പാടി തള്ളി അങ്ങാടിയിലൊക്കെ ഉണ്ടാക്കും. ദിവസം അങ്ങാടി പോവും, തിരിച്ച് വൈകുന്നേരമേ പോവുള്ളൂ വീട്ടിലേക്ക്. ഇപ്പോഴും ഓർമ്മയുണ്ട്. അയാൾ എല്ലാവരോടും പറയും, മക്കളെ, പടച്ചോൻ തന്ന ആയുസ് തിരിച്ചെടുക്കാൻ ആർക്കും അധികാരമില്ല. പടച്ചോൻ വിളിച്ചാൽ മാത്രമേ പോവാൻ
കഴിയൂ. എല്ലാവരോടും അതാ അയാൾ ഉപദേശിക്കുക. ഇതന്നെ പറയും. കാരണം സ്വന്തം അനുഭവത്തിനാണേ. സമയമായി തന്നെ പോവും, ഒരു സംശയമില്ല. ഒരു മോള് അവൾ വിവാഹം കഴിയുന്നതിന് മുമ്പ് ഗർഭിണിയായി. ഒരു വലിയ അപമാനഭാരമൊക്കെ ആയി. അങ്ങനെ അവൾ തീരുമാനിച്ചു പരശുരാമനെ ഒന്ന് നമസ്കരിക്കാം. പരശുരാമനെ നമസ്കരിക്കാൻ പോയി. പരശുരാമനല്ലേ ആള് താട്ടി അങ്ങോട്ട് തെറിപ്പിച്ചു. ഈ എഞ്ചിൻ്റെ മുമ്പിൽ കണ്ടില്ലേ, താട്ടി അങ്ങോട്ട് തെറിപ്പിച്ചു. 2 കാലും മുറിഞ്ഞുപോയി. ഒരു കുഴപ്പമില്ല, മുകളിലേക്ക് ഒരു കുഴപ്പമില്ല. പക്ഷെ ഒരു ഗുണമുണ്ടായി, അതിൽ അലസിപ്പോയി. അങ്ങനെ ഗുണമുണ്ടായി. വീട്ടുകാർ ഉപേക്ഷിച്ചു. ഒരു സന്യാസി ശ്രേഷ്ഠനാണ് ഈ കഥകൾ കേട്ട് ആ കുട്ടിക്കൊരു വീട് വെച്ച് കൊടുത്തു. അവൾക്ക് ഇരുന്ന് ജോലി ചെയ്യാത്തക്ക രീതിയിൽ തയ്യൽ മെഷീൻ വാങ്ങിക്കൊടുത്തു. എല്ലാ സജ്ജീകരണവും ചെയ്തു കൊടുത്തു ആ കുട്ടിക്ക് വേണ്ടിയിട്ട്. ഈ വാർത്ത കേട്ടിട്ട് ഇപ്പോഴും ജീവനോടുണ്ടാവും. ആ വിഷയത്തിൽ നമ്മൾ ബന്ധപ്പെട്ടിരുന്നു. ഇതൊന്നും കഥ പറയല്ല. പ്രാരബ്ധം കഴിഞ്ഞാൽ തന്നെ പോവും. പ്രാരബ്ധം കഴിയാണ്ട് എന്ത് ചെയ്താലും പോവുകയില്ല. കഴിഞ്ഞാൽ എന്ത് ചെയ്താലും പിടിച്ചു വെക്കാനും കഴിയില്ല. ശ്രീരാമകൃഷ്ണദേവൻ പറയാറുണ്ട്, 2 സന്ദർഭങ്ങളിൽ ഈശ്വരൻ ചിരിക്കൂ അത്രേ. ഈശ്വരൻ ചിരിക്കുന്ന 2 സന്ദർഭമുള്ളത്. ഒന്ന്, വൈദ്യൻ പറയുകയാണ് നിൻ്റെ രോഗം ഞാൻ മാറ്റിത്തരാം, അപ്പം ചിരിക്കും. രോഗീനോട് വൈദ്യൻ പറയുകയാണ് നിൻ്റെ രോഗം ഞാൻ മാറ്റിത്തരാം, അപ്പോൾ ഈശ്വരനൊന്ന് ചിരിക്കൂ അത്രേ. പിന്നെ ചിരിക്കണത് പറമ്പിൻ്റെ നടുവ് കൂടെ വേലി കെട്ടിയിട്ട് സഹോദരങ്ങൾ പറയും ഇതെൻ്റെ പറമ്പാണ്, ഇതെൻ്റെ പറമ്പാണ്, ഒരു കൊടുവാളെടുക്കും 2 ആളും. അപ്പോഴും ഈശ്വരൻ ചിരിക്കും അത്രേ. അപ്പോൾ അകാല മൃത്യു ഇല്ല, കാലത്തിലേ മരിക്കൂ. പക്ഷെ നമുക്കത് തിരിച്ചറിയാനും അംഗീകരിക്കാനും വിഷമ. സ്വാമി ഞാനിരിക്കുമ്പോൾ മോൻ പോയില്ലേ, അത് അകാല മരണമല്ലേ എന്ന് നമ്മൾ വിചാരിക്കും. അകാലമൊന്നുമില്ല, കാലം തന്നെയാണ്. ഒരു മുത്തശ്ശി എന്നോട് പറഞ്ഞിട്ടുണ്ട്, സ്വാമി എന്താ ചെയ്യുക, എനിക്ക് ആകെ ഒരു വിഷമാണ്. എന്താണ്? എൻ്റെ മോൻ പോയാൽ പിന്നെ ആരാ എന്നെ നോക്കുക? നോക്കണേ, ഈ മുത്തശ്ശിക്ക് 80 വയസ്സായി. മുത്തശ്ശിയെ നല്ലോണം നോക്കും മോൻ. എന്തുമാതിരിയാന്ന് സ്നേഹപൂർവ്വം എല്ലാ കാര്യങ്ങളും മോൻ നോക്കും, എല്ലാ കാര്യങ്ങളും. അതാ മുത്തശ്ശിക്ക് വേവലതി. എന്തൊരു സ്നേഹം എൻ്റെ മോൻ എന്നോട്, എല്ലാ സേവയും ചെയ്യും. എനിക്ക് ഒറ്റ പേടിയേ ഉള്ളൂ സ്വാമി. എന്താണത്? എൻ്റെ മോൻ പോയാൽ എന്നെ ആരാ നോക്കുക? ഇതാ ലോകസ്ഥിതി. അതുകൊണ്ട് മനസ്സിലാക്കുക, എല്ലാ മരണവും കാലത്തിലാണ്. ആ കാലത്തിൽ മരിച്ചാൽ പ്രപഞ്ച വ്യവസ്ഥ ഇല്ലാന്ന് വരും. എല്ലാത്തിനൊരു കാര്യകാരണ ബന്ധമുണ്ട്. ആകസ്മികം എന്നൊന്ന് ലോകത്തിലില്ല, ആക്സിഡൻ്റ് എന്നൊന്ന് ലോകത്തിലില്ല. കാര്യകാരണ ബന്ധം എല്ലാത്തിനും ഉണ്ട്. ആ കാര്യകാരണ ബന്ധം അറിയാത്തപ്പോഴാണ് നമ്മൾ പറയണത് ആകസ്മികമായി സംഭവിച്ചു എന്ന്. അതുകൊണ്ട് അകാലമരണം ഉണ്ടെന്ന് പറയാൻ വയ്യ. 2ാമത്തെ ചോദ്യം, അപകട മരണവും ആത്മഹത്യയും അകാല മൃത്യുവാണോ? ഒരിക്കലും അല്ല. ഒരു കാലത്തിലേ മരിക്കുള്ളൂ. അപ്പോൾ അപകട മരണം ധാരാളമുണ്ട്, അപകട ജനനവും ധാരാളമുണ്ട് ഇല്ലേ? കുട്ടി വേണ്ടാന്ന് വിചാരിച്ചിരുന്നു, എന്താണ് ഉണ്ടായിപ്പോയി, അതൊക്കെ അപകട ജനന. അപകട ജനനം അപകട മരണം ഒക്കെ ഉണ്ട്. അതൊക്കെ കാലത്ത് തന്നെ നടക്കുള്ളൂ.